ഇന്നൊരു ടൂറ് പോയ വിശേഷമാണ് കേട്ടോ, ഒരു കൊച്ചു ട്രിപ്പ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ക്ലബ്ബിൽ നിന്നുള്ള ടൂറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ശരവണയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. സോൺചേട്ടൻ പൂരി, പിന്നെ എൻ്റെ പതിവ് നെയ് റോസ്റ്റ്, സീകുട്ടിയുടെ മസാല ദോശ, അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടാണ്. ബസ്സിൽ ഇപ്രാവശ്യം ടൂറ് പോകാനായിട്ട് ആളുകൾ കുറവായിരുന്നു, എങ്കിലും ഞങ്ങളുടെ എൻജോയ്മെൻറ്റിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ സീക്കുട്ടി അവരൊക്കെ ചീറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. കുറച്ച് കുട്ടി സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ വിന്നേഴ്സാണ് കേട്ടോ സമ്മാനം വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഓരോരുത്തരും കുട്ടികളുടെ കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ് ഓരോ ചോദ്യം കിട്ടാനും സമ്മാനം മേടിക്കാനായിട്ട്. അങ്ങനെ നേരം പോയതറിഞ്ഞില്ല. ഞങ്ങളിത് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടോ. ആക്ച്വലി ഞങ്ങൾ ഏഴാറ്റുമുഖത്തേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ തുമ്പൂർ മൊഴിയിലൊന്ന് ഇറങ്ങാമെന്ന് തോന്നിയിട്ട് അവിടെ ഒന്ന് ഇറങ്ങി. മെയ് ലാസ്റ്റ് സൺഡേ ആണ് പോയത്. അന്ന് പെട്ടെന്നൊരു മഴ ദിവസമായിരുന്നു. അപ്പോൾ മഴ ദിവസമാണെങ്കിലും സൺഡേ ആണെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ വെള്ളം ഒഴുകുന്നതാണ് കാണാൻ പോയത്. വേറെയും തുമ്പൂർ മൊഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, പക്ഷേ ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല കേട്ടോ. തിരിച്ച് ഞങ്ങളിത് ബസ്സിൽ വന്ന് കയറി വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പരമ്പര അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിയക്കുട്ടി ഞങ്ങളുടെ ചാനലിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു കേട്ടോ. അതിൻ്റെ ഉത്തരം പറയുന്ന ആൾക്ക് നമ്മുടെ ചാനലിൻ്റെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞു. എല്ലാവരും അതിൽ പങ്കെടുത്തു. നമ്മുടെ പോളുട്ടിയാണ് കേട്ടോ വിന്നറായത്. അപ്പോൾ പോളുട്ടിക്ക് സിസിയ ക്രിയേഷൻസിൻ്റെ അഭിനന്ദനങ്ങൾ. അങ്ങനെ നമ്മളിത് ഏഴാറ്റുമുഖം റിസോർട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിസോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് നല്ല മനം കുളിർക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളൊരു നഗ്ന സത്യം അറിഞ്ഞേട്ടാ. ഞങ്ങളൊരു ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ബസ് ഈ റിസോർട്ടിൻ്റെ അവിടേക്ക് എത്തില്ല. അപ്പം നമുക്ക് കുറച്ച് നടക്കണമായിരുന്നു, അധികമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൂടി സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു. നമ്മൾ സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് 12 മണിയാവാണ്ട് നമുക്ക് റൂം കിട്ടില്ല എന്ന്. അപ്പം ഞങ്ങൾ കോൺഫറൻസ് ഹാളിൽ ഇരിക്കുകയായിരുന്നു. അല്പം മഴയുണ്ട്, പുറത്ത് കിടക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ സീക്കുട്ടി പറഞ്ഞു നമുക്ക് അന്ന് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഇതാ റീൽസിൻ്റെ റിഹേഴ്സൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 3 4 ഈ ക്ലബിലുള്ളവരൊക്കെ കുട്ടികളുടെ പോലെ വിശപ്പ് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മളെടുത്ത റീൽസ് നമുക്കൊന്ന് കണ്ടാലോ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. റീൽസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സമയം ഉച്ച 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് റൂമൊക്കെ കിട്ടി. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏഴാറ്റുമുഖത്തെ പാലാട്ടി റിസോർട്ടിലാണ് കേട്ടോ. ഈ റിസോർട്ട് ഒരു കൊച്ചു റിസോർട്ടാണ്. അതിനുള്ള സ്പേസ് എവിടെ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ആംബിയൻസും ഒക്കെ കൊള്ളാം. ഞങ്ങളൊരു വൈകിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങാനുള്ള ഉദ്ദേശമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 റൂംസാണ് കേട്ടോ അവിടെ എടുത്തത്. കുറച്ച് പേര് റൂമൊക്കെ കാണുന്നതിന് മുമ്പേ തന്നെ വെള്ളത്തിൻ്റെ ഭംഗി കണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വെള്ളം ഒഴുകുന്നത് കാണാം. പപ്പമാരാണെങ്കിൽ ഈ സമയത്ത് അവിടെ അടിച്ചു പൊളിച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. മഴയൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ സീക്കുട്ടിയും കൂടി പതുക്കനെ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ വെള്ളം വളരെ ശാന്തമായിട്ടാണ് നോർമലായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഊഞ്ഞാലിൽ ഞങ്ങളൊക്കെ കുറച്ച് നേരം ഇരുന്നൊന്ന് ആടി ഫോട്ടോസൊക്കെ എടുത്തോട്ടെ അത്യാവശ്യം. പക്ഷേ ഒരു വൈകിട്ട് ഒരു 6:30-7 മണിയായപ്പോഴേക്കും ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ രൂപവും ഭാവമൊക്കെ മാറിയെന്ന് പറയാം. ഒരു രൗദ്രഭാവം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു വെള്ളത്തിന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ചെറിയൊരു റീലെടുത്തു കേട്ടോ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. അപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടാതെ ബിഷപ്പിൻ്റെ വിളി ഉയർന്നു. അപ്പോൾ അധികം ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉള്ളത് നല്ല ടേസ്റ്റായിരുന്നു. ഫുഡൊക്കെ കറക്റ്റായി എല്ലാവർക്കും. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ലേഡീസ് വിങ് പതുക്കിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോയിട്ടാണ്. കുറേ കഴിഞ്ഞിട്ട് സോൺചാണ്ടിയൊന്നും കാണാനില്ല. അപ്പോൾ വന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ കളിവിളയാട്ടം കണ്ടത്. ഇവരെല്ലാവരും കൂടി വെള്ളത്തിൽ ഇറങ്ങിയേക്കായിരുന്നു. ഈ സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ രാവിലെ വന്നതിനേക്കാളും വെള്ളത്തിൻ്റെ ലെവൽ കൂടിയിരിക്കുകയാണ്.
ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഈ പാലാട്ടി റിസോർട്ടിൽ വരുന്നവർക്കുള്ള ഒരു ഏക എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ വെള്ളത്തിലെ കളിയും കുളിയുമാണ്. ജലനിരപ്പ് ഏത് സമയവും ഉയരാമെന്നുള്ളതിനാൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ കളികളൊക്കെ മതിയാക്കി നമ്മൾ റൂമിലോട്ട് പോകുന്നു കേട്ടോ. അടുത്തത് നമ്മുടെ ഗെയിം സോണാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ജോജുങ്കളും ജോജുങ്കളുടെ വൈഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കളികളൊക്കെ ഒന്ന് കാണാം. 5 നമ്പർ ഏതെങ്കിലും 5 നമ്പർ 5 നമ്പേഴ്സ് ഏതെങ്കിലും 5 നമ്പർ കട്ടായിട്ട് അപ്പം തന്നെ. ആദ്യം കളിച്ചത് തമ്പോല ഗെയിമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറേ പേർക്ക് സമ്മാനമൊക്കെ കിട്ടി. ഇപ്പം നമ്മുടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത് ബോംബിങ് ദ സിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൽ വിജയിയായത് ആരാന്ന് നമുക്ക് നോക്കാം. കിങ്സ് ക്ലബിന്റെ വകയായി ഒരു മൊബൈൽ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു. ആവേശകരമായ കസേര കളിയിൽ അങ്ങനെ അവസാനം കസേര കരസ്ഥമാക്കിയത് നമ്മുടെ ജോജു അങ്കിളിൻ്റെ പ്രിയതമ തന്നെയാണ് കേട്ടോ. സന്ധ്യ ആകും തോറും വെള്ളം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ ശബ്ദമൊക്കെ ഒരുതരം പേടിപ്പിക്കുന്നത് പോലെ അലർച്ചയായിരുന്നു കേട്ടോ. അതിൽ നാരായണ കിളിക്കൂടു പോലുള്ളൊരു 4 കാലോല കുരയുണ്ട്. നല്ല കുപ്പിവള വാങ്ങിത്തരും ഞാനേ, മാല നല്ല കല്ലുമാല വാങ്ങിത്തരും ഞാനേ. അവിടുത്തെ ഭംഗിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് രാത്രി ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ മഴയും പിന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചു. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം ഞങ്ങൾ ഡിന്നർ കഴിച്ചു കേട്ടോ. ചപ്പാത്തിയും കോഴിക്കറിയും പിന്നെ അൽഫാമായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ ഈ പാലാട്ടി റിസോർട്ടിൽ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നമ്മൾ കാറിലോ വാനിലോ ടെമ്പോ ട്രാവലറിലൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അവിടെ എത്താൻ പറ്റും. വലിയ വണ്ടികളിലാണെങ്കിൽ ഒരു അല്പ ദൂരം നമ്മൾ നടക്കേണ്ടതായിട്ട് വരും കേട്ടോ.